പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് ടെക്നോളജി പ്രൊഡക്ഷൻ സൈഡ് എന്ന് പറയുന്നത് RRB JE എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അതായത് 4 പ്രോസസ്സുകൾ 4 തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ക്വസ്റ്റ്യനിൽ തന്നു. എന്നിട്ട് ചോദിക്കുവാണ് ഈ പ്രോസസ്സുകളിൽ ഏതാണ് നമ്മൾ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മൾ കാർനോട്ട് സൈക്കിൾ പഠിക്കാറുണ്ട് അല്ലെ. കാർനോട്ട് സൈക്കിൾ നമ്മൾ കമ്പസ്റ്റൻ അതായത് ഹീറ്റ് അഡിഷൻ എന്ന് പറയുന്ന ഫിനോമിന രണ്ട് രീതിയിൽ നടക്കുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ RRB ജൂനിയർ എഞ്ചിനീയർ SSC ജൂനിയർ എഞ്ചിനീയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ സെഷൻസുകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ നിന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസുകളും അതിന്റെ കൺസെപ്റ്റ്സുകളും മനസ്സിലാക്കി തന്നെ പോവുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിലും ഇതേപോലെ തന്നെ നമ്മൾ RRB JE SSC JE പ്രീവിയസ് ഇയർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിന്റെ കൺസെപ്റ്റ്സുകളുമാണ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. Okay. So question number 1. എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഏതൊരു എക്സാമിനും ചോദിച്ചു കാണുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ അല്ലെ. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യം ഇതായിരുന്നു: പ്രോസസ് ഇൻ ദ തെർമോഡൈനാമിക് സൈക്കിൾസ് ആർ 1 ഐസെൻട്രോപിക്, 2 കോൺസ്റ്റന്റ് വോളിയം, 3 കോൺസ്റ്റന്റ് പ്രഷർ, 4 ഐസോതെർമൽ. വിച്ച് പ്രോസസ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ എയർ സ്റ്റാൻഡേർഡ് ഡുവൽ കമ്പസ്റ്റൻ സൈക്കിൾ? SSC ജൂനിയർ എഞ്ചിനീയർ 2012 ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് 4 പ്രോസസ്സുകൾ 4 തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ക്വസ്റ്റ്യനിൽ തന്നു. എന്നിട്ട് ചോദിക്കുവാണ് ഈ പ്രോസസ്സുകളിൽ ഏതാണ് ഡുവൽ കമ്പഷൻ സൈക്കിൾ സൈക്കിളിൽ ഇൻവോൾവ് ആകാത്തത്, നോട്ട് ഇൻവോൾവ് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഡുവൽ കമ്പഷൻ സൈക്കിൾ എന്താണെന്നും അതിലുള്ള തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ ഡുവൽ കമ്പസ്റ്റൻ സൈക്കിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഡുവൽ കമ്പസ്റ്റൻ സൈക്കിൾ എന്ന് പറയുന്ന മറ്റ് പേരുകൾ നോട്ട് ചെയ്യുക. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് മിക്സഡ് സൈക്കിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രഷർ സൈക്കിൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഡുവൽ കമ്പഷൻ സൈക്കിൾ എന്ന് പറയുന്ന മറ്റു പേരുകൾ മിക്സഡ് സൈക്കിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രഷർ സൈക്കിൾ എന്ന് പറയാറുണ്ട്. അത് നോട്ട് ചെയ്തേക്കാം. നെക്സ്റ്റ്, നമ്മൾ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മൾ കാർനോട്ട് സൈക്കിൾ പഠിക്കാറുണ്ട് അല്ലെ. കാർനോട്ട് സൈക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ഐഡിയൽ തെർമോഡൈനാമിക് സൈക്കിൾ ആണ്. മാക്സിമം എഫിഷ്യൻസി നമുക്ക് തരുന്ന സൈക്കിൾ തന്നെയാണ് കാർനോട്ട് സൈക്കിൾ. അതൊരു ഐഡിയൽ തെർമോഡൈനാമിക് സൈക്കിൾ ആണ്. പിന്നെ നമ്മുടെ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിളിനെ നമ്മുടെ ഓട്ടോ സൈക്കിൾ എന്ന് പറയാറില്ല. പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ആണ്, അതായത് SI എഞ്ചിൻ ആണ്. അത് വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളിനെ നമ്മൾ ഓട്ടോ സൈക്കിൾ എന്ന് പറയാറുണ്ട്. അപ്പൊ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ ആണ് ഇത് ഓട്ടോ സൈക്കിൾ, അതായത് SI എഞ്ചിൻ, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ. അതേപോലെ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളിനെ നമ്മള് ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളിനെ ഡീസൽ സൈക്കിൾ അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ, നമ്മുടെ പെട്രോൾ എഞ്ചിനെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്നും ഡീസൽ എഞ്ചിനെ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ CA എഞ്ചിൻ എന്നുമാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഫൈൻ. പക്ഷെ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഡുവൽ കമ്പസ്റ്റൻ സൈക്കിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡുവൽ കമ്പസ്റ്റൻ സൈക്കിൾ വർക്ക് ചെയ്യുന്നത് ഏത് എഞ്ചിനാണ്? ഇറ്റ് ഇസ് എ തെർമോഡൈനാമിക് സൈക്കിൾ ഓൺ വിച്ച് ഹൈ സ്പീഡ് ഡീസൽ എഞ്ചിൻ. ശ്രദ്ധിക്കണം, ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഡീസൽ സൈക്കിൾ തന്നെയാണ്. CI എഞ്ചിൻ, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഡീസൽ സൈക്കിൾ തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഹൈ സ്പീഡ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ ഏതാണെന്ന് ഒരു ചോദ്യം വന്നാൽ ആൻസർ ഡുവൽ കമ്പസ്റ്റൻ സൈക്കിൾ ആണ്. ഹൈ സ്പീഡ് CI എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഡുവൽ കമ്പസ്റ്റൻ സൈക്കിളിൽ തന്നെയാണ്. ഓക്കെ ആണ്. ഇനി അതിലുള്ള പ്രോസസ്സുകൾ നമ്മൾ നോക്കണം. അപ്പൊ ഇവിടെ ആ പേര് പോലെ തന്നെ ഡുവൽ കമ്പസ്റ്റൻ സൈക്കിൾ, കമ്പസ്റ്റൻ അതായത് ഹീറ്റ് അഡിഷൻ എന്ന് പറയുന്ന ഫിനോമിന രണ്ട് രീതിയിൽ നടക്കുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഹീറ്റ് അഡിഷൻ എന്താണ്? കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്നുണ്ട്, കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്നുണ്ട്. ഹീറ്റ് അഡിഷൻ കോൺസ്റ്റന്റ് വോളിയത്തിലുമുണ്ട്, കോൺസ്റ്റന്റ് പ്രഷറിലുണ്ട്. അപ്പൊ നമ്മുടെ നോർമൽ പ്രോസസ്സുകളൊക്കെ നമുക്കറിയാം. ആദ്യം കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും, അതിനുശേഷം ഹീറ്റ് അഡിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും, ആഫ്റ്റർ ദാറ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും, ലാസ്റ്റ് ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. ഇതാണ് നമ്മുടെ ആ ഒരു
ഓർഡർ അല്ലെ. അപ്പോ ഡ്യുവൽ കമ്പഷൻ സൈക്കിളിലും കംപ്രഷനും എക്സ്പാൻഷനും നടക്കുന്ന എന്തിൽ തന്നെയാണ്? റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്. കണ്ടോ, കംപ്രഷനും എക്സ്പാൻഷനും റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ തന്നെയാണ് ഡ്യുവൽ കമ്പഷൻ സൈക്കിൾ നടക്കുന്നത്. കംപ്രഷൻ റിവേഴ്സിബിൾ അഡിയബാറ്റിക്, കംപ്രഷൻ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിനെ തന്നെയാണ് നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ് എന്നറിയപ്പെടുന്നത് അല്ലെ. കാരണം റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ വി കോൾ ഇറ്റ് ആസ് ഐസെൻട്രോപിക് പ്രോസസ്. അപ്പോൾ ഡ്യുവൽ കമ്പഷൻ സൈക്കിളിലെ കംപ്രഷൻ നടക്കുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സിലാണ്, എക്സ്പാൻഷൻ നടക്കുന്നതും എന്തിൽ തന്നെയാണ്? ഐസെൻട്രോപിക് പ്രോസസ്സിലാണ്. നമുക്ക് ഡൗട്ട് ഇല്ല. ഇനി ഹീറ്റ് അഡിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആദ്യം കുറച്ചു ഭാഗം എന്തിൽ നടക്കും? കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കും, ബാക്കി ഭാഗം കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഇൻ ഡ്യുവൽ കമ്പഷൻ സൈക്കിൾ ഹീറ്റ് അഡിഷൻ ടേക്സ് പ്ലേസ് പാർട്ട്ലി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആൻഡ് പാർട്ട്ലി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. മനസ്സിലായോ? അതിൽ നമ്മൾ ഒരു കാര്യം കൂടെ എടുത്തു പഠിക്കണം. അവിടെ ആദ്യം നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ആണ്. അപ്പൊ ഹീറ്റ് അഡിഷൻ രണ്ട് പ്രോസസ്സിൽ നടക്കുന്നു. പാർട്ട്ലി കോൺസ്റ്റന്റ് വോളിയത്തിലും പാർട്ട്ലി കോൺസ്റ്റന്റ് പ്രഷറും. ആദ്യ പകുതി കോൺസ്റ്റന്റ് വോളിയത്തിലും കോൺസ്റ്റന്റ് പ്രഷർ. ആദ്യം നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ തന്നെയാണ്. ആദ്യം കോൺസ്റ്റന്റ് പ്രഷർ അല്ല. അത് പോയിന്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ. ദെൻ ഹീറ്റ് റിജക്ഷൻ എന്തിൽ തന്നെയാണ് നടക്കുന്നത്? കോൺസ്റ്റന്റ് വോളിയത്തിൽ തന്നെയാണ്. കംപ്ലീറ്റ് ഹീറ്റ് റിജക്ഷൻ കോൺസ്റ്റന്റ് വോളിയത്തിൽ തന്നെയാണ്. അപ്പോൾ ഡ്യുവൽ കമ്പഷൻ സൈക്കിളിലെ പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചു. ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്, constant partly constant volume heat addition and partly constant volume heat, constant pressure heat addition ആണ്. then isentropic expansion ആണ്. then complete constant volume എന്തിലാണ്? ഹീറ്റ് റിജക്ഷൻ. ഹീറ്റ് റിജക്ഷൻ കംപ്ലീറ്റ് നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ഹീറ്റ് അഡിഷൻ ആണ് ആദ്യ പകുതി കോൺസ്റ്റന്റ് വോളിയത്തിലും പിന്നെ കോൺസ്റ്റന്റ് പ്രഷറിലും നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഡ്യുവൽ കമ്പഷൻ സൈക്കിളിലെ 4 പ്രോസസ്സുകൾ എന്തൊക്കെ വരുന്നുണ്ട്? ഐസെൻട്രോപിക് പ്രോസസ്സ് വരുന്നുണ്ട്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് വരുന്നുണ്ട്, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് വരുന്നുണ്ട്. ഈ തെർമോഡൈനാമിക് പ്രോസസ്സുകളെല്ലാം തന്നെ ഡ്യുവൽ കമ്പഷൻ സൈക്കിളിൽ വരുന്നുണ്ട്. ഇനി ഡ്യുവൽ കമ്പഷൻ സൈക്കിളിന് ഇത് കൂടാതെ വേറൊരു പേരും പറയും, സെമി ഡീസൽ സൈക്കിൾ എന്നും പറയും. സെമി ഡീസൽ സൈക്കിൾ എന്നറിയപ്പെടുന്നത് ആരെ തന്നെയാണ്? ഡ്യുവൽ കമ്പസ്റ്റൻ സൈക്കിളിനെ തന്നെയാണ്. ഓക്കെ അല്ലെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ചോദ്യത്തിലോട്ട് വരാം. ഈ പറയുന്ന പ്രോസസ്സുകളിൽ ഡ്യുവൽ കമ്പഷൻ സൈക്കിളിൽ പെടാത്തത് ഏതാണ്? ഇനി നിങ്ങൾ തന്നെ ആൻസർ. ഐസെൻട്രോപിക് എന്ന് പറയുന്ന പ്രോസസ് ഡ്യുവൽ കമ്പഷൻ സൈക്കിളിലുണ്ട്. ഏതാണത്? കംപ്രഷനും എക്സ്പാൻഷനും നടക്കുന്നത് ഐസെൻട്രോപിക് പ്രോസസ് ആണ്. അതാണ് നമ്മുടെ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് അവിടെ ഡ്യുവൽ കമ്പഷൻ സൈക്കിളിലുണ്ട്. കാരണം എന്താ? ഹീറ്റ് അഡിഷൻ ആദ്യം നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്, ഹീറ്റ് റിജക്ഷൻ കംപ്ലീറ്റ് നടക്കുന്നത് എന്തിൽ തന്നെയാണ്? കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയവും ഡ്യുവൽ കമ്പഷൻ സൈക്കിളിൽ ഉള്ളത് തന്നെയാണ്. കോൺസ്റ്റന്റ് പ്രഷറും അതും ഡ്യുവൽ കമ്പഷൻ സൈക്കിളിലുണ്ട്. കാരണം ഹീറ്റ് അഡിഷൻ നടക്കുന്നത് പാർട്ട്ലി കോൺസ്റ്റന്റ് വോളിയത്തിലും പാർട്ട്ലി കോൺസ്റ്റന്റ് പ്രഷറിലുമാണ്. പക്ഷേ ഈ ഐസോതെർമൽ എന്ന് പറയുന്ന പ്രോസസ് എവിടെ ഇല്ല? ഡ്യുവൽ കമ്പസ്റ്റൻ സൈക്കിളിൽ ഇല്ല. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് ആണ് ഐസോതെർമൽ അല്ലെ. നമ്മുടെ ഡ്യുവൽ കമ്പഷൻ സൈക്കിൾ ഒരു പ്രോസസ്സിലും നമ്മൾ ഐസോതെർമൽ നമ്മൾ കണ്ടില്ല. അപ്പോൾ ഡ്യുവൽ കമ്പഷൻ സൈക്കിളിൽ പെടാത്ത പ്രോസസ് ഏത് തന്നെയാണ്? ഐസോതെർമൽ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 4 only. ബാക്കി 1ഉം 2ഉം 3ഉം എല്ലാം ഡ്യുവൽ കമ്പഷൻ സൈക്കിളിലുള്ള തെർമോഡൈനാമിക് പ്രോസസ്സുകൾ തന്നെയാണ്. ക്ലിയർ ആണോ? ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ ഓട്ടോ സൈക്കിൾ, പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ഓട്ടോ സൈക്കിളിൽ നിന്നും ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ഡീസൽ സൈക്കിളിൽ നിന്നും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കൺസെപ്റ്റ് ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ മാനുഫാക്ചറിംഗ് ടെക്നോളജിയിലെ മെറ്റൽ കട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് RRB സീനിയർ സെക്ഷൻ എഞ്ചിനീയർ 2009 നടന്ന എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മെറ്റൽ കട്ടിംഗ് പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് ടെക്നോളജി പ്രൊഡക്ഷൻ സൈഡ് എന്ന് പറയുന്നത് RRB JEE എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. RRB JEE എക്സാമിന് നമുക്ക് മെഷീൻ ടൂള്, അതേപോലെ വെൽഡിങ്, ഗ്രൈൻഡിങ് എന്നൊക്കെ പറഞ്ഞ് മെഷീനിങ് എന്നൊക്കെ പറഞ്ഞ് തന്നെ നമ്മൾ സിലബസിൽ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ആ ടോപ്പിക്കുകളൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്, സൈഡ് റിലീഫ് ആംഗിൾ ഇൻ എ കട്ടിംഗ് ടൂൾ സിഗ്നേച്ചർ ഓഫ് 10, 20, 7, 6, 8, 15, 2 ഈസ്. അതായത് ഇത് നമുക്ക് ടൂൾ സിഗ്നേച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ സൈഡ് റിലീഫ് ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10, 7, 6, 8 ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മെറ്റൽ കട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കില് നമ്മള് ടൂൾ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ 2 സിസ്റ്റങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ASA സിസ്റ്റം, അമേരിക്കൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ സിസ്റ്റവും ORS സിസ്റ്റം, ഓർത്തോഗണൽ റേറ്റ് സിസ്റ്റവും പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ASA സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടൂൾ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇറ്റ്സ് ന്യൂമറിക്കൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ടൂൾ. ടൂളിന്റെ ന്യൂമറിക്കൽ ഐഡന്റിഫിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ടൂൾ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബേസിക്കലി ടൂൾ സിഗ്നേച്ചറിൽ എത്ര എലമെന്റ്സുകൾ കാണും? അതൊരു ചോദ്യം തന്നെയാണ്. ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് 7 എലമെന്റ്സ്. അപ്പോൾ ഒരു ടൂൾ സിഗ്നേച്ചറിന് നമുക്ക് 7 എലമെന്റുകൾ കാണാൻ സാധിക്കും. ആ 7 എലമെന്റുകളുടെ ഓർഡർ തന്നെ പഠിക്കുക.
ആൽഫ ബി ആൽഫ, അതായത് ബാക്ക് റേക്ക് ആംഗിൾ, ദെൻ സൈഡ് റേക്ക് ആംഗിൾ, ദെൻ എൻഡ് റിലീഫ് ആംഗിൾ, സൈഡ് റിലീഫ് ആംഗിൾ, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, ലാസ്റ്റ് വൺ ഈസ് നോസ് റേഡിയസ്. അത് ലാണ് നമ്മൾ ASI സിസ്റ്റത്തിന്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ സിസ്റ്റത്തിൽ സിസ്റ്റത്തിൽ നമ്മൾ നോസ് റേഡിയസ് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ആ ഓർഡർ. ആദ്യം ഏതാണ്? ബാക്ക് റേക്ക് ആംഗിൾ, അത് കഴിഞ്ഞ് സൈഡ് റേക്ക് ആംഗിൾ അല്ലെ, ബാക്ക് അതാണ് ആൽഫ ബി പറഞ്ഞിരിക്കുന്നത്, ദെൻ സൈഡ് ആയതുകൊണ്ടാണ് ആൽഫ എസ്. അതിനുശേഷം നമ്മൾ പറയുന്നത് റിലീഫ് ആംഗിളുകളാണ്. ഓർത്തിരിക്കുക, റേക്ക് ആംഗിളിന് ശേഷം ASI സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത് റിലീഫ് ആംഗിൾ ആണ്. അതിൽ ആദ്യം പറയുന്നത് ഏതാണ്? എൻഡ് റിലീഫ് ആംഗിൾ ആണ്. അതിനുശേഷമാണ് നമ്മൾ ഇത് പറയുന്നത് സൈഡ് റിലീഫ് ആംഗിളുകൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഏത് ആംഗിളുകളാണ് പറയുന്നത്? കട്ടിംഗ് ആംഗിളുകളാണ് പറയുന്നത്. കട്ടിംഗ് ആംഗിളിലും ആദ്യം നമ്മൾ പറയുന്നത് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആണ്, ദെൻ സൈഡ് കട്ടിംഗ്. അപ്പൊ അതുകൊണ്ട് കേട്ടോ, അതാ ഇവിടെ ആദ്യം എപ്പോഴും എൻഡ് ആ പറയുന്നത്. എൻഡ് റിലീഫ് ആംഗിൾ കഴിഞ്ഞിട്ടാണ് സൈഡ് റിലീഫ് ആംഗിൾ പറയുന്നത്. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ കഴിഞ്ഞിട്ടാണ് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ പറയുന്നത്. ആ ഓർഡറിൽ തന്നെ പഠിക്കുക. ലാസ്റ്റ് വൺ നമ്മൾ എന്താ പറയുന്നത്? നോസ് റേഡിയസ് പറയും. നമ്മുടെ ഇവിടെയുള്ള ചോദ്യത്തിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൈഡ് റിലീഫ് ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സൈഡ് റിലീഫ് ആംഗിൾ എന്ന് പറയുമ്പോൾ എത്രാമത് വരുന്നതാണ് സൈഡ് റിലീഫ് ആംഗിൾ? നാലാമതുള്ളതാണ് സൈഡ് റിലീഫ് ആംഗിൾ അല്ലെ. 1 2 3 4 സൈഡ് റിലീഫ് ആംഗിൾ നമുക്ക് നാലാമതാണ്. നാലാമതെന്ന് പറയുമ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി വരും. 6 ആണ് എന്ത്? സൈഡ് റിലീഫ് ആംഗിൾ. അപ്പൊ ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ ഇതേ ചോദ്യത്തിൽ തന്നെ നോസ് റേഡിയസ് എത്രയായിരുന്നു എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ, ഇതേ ചോദ്യത്തിൽ തന്നെ നോസ് റേഡിയസ് ആണ് ലാസ്റ്റ് പറയുന്നത്. ഏഴാമത് നമ്മൾ പറയുന്നത് നോസ് റേഡിയസ് ആണ്, അതായത് 2 ആണ് നോസ് റേഡിയസ്. ഇതേ ചോദ്യത്തിൽ തന്നെ സൈഡ് റേക്ക് ആംഗിൾ എത്രയായിരുന്നു എന്ന് ചോദിച്ചായിരുന്നെങ്കിലോ, സൈഡ് റേക്ക് ആംഗിൾ നമ്മൾ രണ്ടാമതാ പറയേണ്ടത്. അതേതാണ്? 20 ആണ് എന്ത്? സൈഡ് റേക്ക് ആംഗിൾ. അപ്പൊ ഈ ഓർഡറിൽ തന്നെ ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ASI സിസ്റ്റവും ORS സിസ്റ്റവും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ആംഗിളുകളൊക്കെ ആംഗിളിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പഠിക്കുക. കാരണം മേ ബി ഡെഫിനിഷൻ ആയിട്ട് തന്നെ ചോദ്യങ്ങൾ വരും. ടൂൾ സിഗ്നേച്ചർ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ആ ബേസിക് എലമെന്റ്സ് 7 ഉണ്ട് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ചോദ്യമാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. RRB ജൂനിയർ എഞ്ചിനീയർ 2008 ചോദിച്ച ഒരു ചോദ്യമാണ്. എ സർക്കുലർ ഷാഫ്റ്റ് ഈസ് ടേക്കൺ ആൻഡ് എ ടോർക്ക് T is applied on it. Taking the radius of the shaft as small r, then evaluate the maximum value of the shear stress. അപ്പോൾ ഷിയർ സ്ട്രെസ് അവിടെ ആ ഷാഫ്റ്റിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഷിയർ സ്ട്രെസിന്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളിവിടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടോർഷൻ ഇക്വേഷൻ അല്ലെ. നമ്മൾ ടോർഷൻ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ടോർഷൻ ഇക്വേഷൻ എന്താണ്? ടോ ബൈ ആർ ഈക്വൽ ടു ടി ബൈ ജെ ഈക്വൽ ടു ജി തീറ്റ ഡിവൈഡഡ് ബൈ എൽ. ഇതാണ് നമ്മൾ പഠിച്ച ടോർഷൻ ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോയുടെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ട് റിലേഷൻ എടുക്കാം. ടോ ബൈ ആർ ഈക്വൽ ടു എന്തെന്ന് എടുക്കാം? ടി ബൈ ജെ എന്ന് തന്നെ എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഷിയർ സ്ട്രെസ്, ടോ എന്ന് പറയുന്നതാണ് ഷിയർ സ്ട്രെസ്, ആർ എന്ന് പറയുന്നത് ഷാഫ്റ്റിന്റെ ഏത് പർട്ടിക്കുലർ പോയിന്റിലെ ഷിയർ സ്ട്രെസ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രം സെന്റർ. ടി എന്ന് പറയുന്നത് ടോർക്ക് ആണ്, ജെ എന്ന് പറയുന്നത് പോളാർ സെക്ഷൻ മോഡുലസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? ഔട്ടർ സർഫസ് റേഡിയസ് ആറിൽ തന്നെയാണ്. സോ നമുക്ക് റേഡിയസ് 6 തന്നെ ഇവിടെ കൊടുക്കാം. അപ്പൊ ആ റേഡിയസ് 6ലുള്ള ഷിയർ സ്ട്രെസ് നമുക്ക് കിട്ടുന്നത് എന്തായാലും മാക്സിമം ഷിയർ സ്ട്രെസ് തന്നെയാണ്. സോ മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ T into R divided by J. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ, T into R divided by J അല്ലെ. അപ്പൊ ഇവിടെ J എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോളാർ സെക്ഷൻ മോഡുലസ് ആണ് J അല്ലെ. അതായത് IXX പ്ലസ് IYY ചെയ്യുമ്പോൾ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ പൈ ഡി റേസ് ടു 4/64 ആണ് അല്ലെ. പൈ ഡി റേസ് ടു 4/64 പ്ലസ് പൈ ഡി റേസ് ടു 4/64. അപ്പൊ നമുക്ക് ജെയുടെ വാല്യൂ എന്ത് കിട്ടും? പൈ ഡി റേസ് ടു 4/32 കിട്ടും. പോളാർ സെക്ഷൻ മോഡുലസ് J is equal to പൈ ഡി റേസ് ടു 4/32 നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോ മാക്സിമം ഇസ് ഈക്വൽ ടു T ഇൻറ്റു ആർ എന്ന് പറയുന്ന റേഡിയസ് ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ കൊടുക്കുവാണെങ്കിൽ D/2 ബൈ പൈ ഡി റേസ് ടു 4/32. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടോ മാക്സിമം ഇസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്? 16 ടി ബൈ പൈ ഡി ക്യൂബ് എന്ന് നമുക്ക് കിട്ടും അല്ലെ. 16 ടി ബൈ പൈ ഡി ക്യൂബ്. ഓപ്ഷൻ സി ആണ് എന്ത്? റൈറ്റ് ആൻസർ. 16 ടി ബൈ ഡി പൈ ഡി ക്യൂബ്. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ബൈഹേർട്ട് പഠിച്ചു വെക്കാൻ, ഡയറക്റ്റ് ആയിട്ട് മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. ടി ഇസ് ദ ട്വിസ്റ്റിംഗ് മൊമെന്റ് ഓർ ടോർക്ക് ആൻഡ് ഡി സ്മോൾ ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് നമുക്ക് ഒരു ഷാഫ്റ്റിൽ കണ്ടുപിടിക്കാനുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 16 ടി ബൈ പൈ ഡി ക്യൂബ് ആണ്. അത് വരുന്നത് ടോർഷൻ ഇക്വേഷനിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ആ ഒരു ഫൈനൽ ഇക്വേഷനിലേക്ക് നമ്മൾ വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് അവിടെ.
ക്ലിയർ അല്ലേ? അപ്പൊ ഈക്വേഷൻ നോട്ട് ചെയ്തേക്ക. ഡയറക്റ്റ് പ്രോബ്ലംസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളും ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയർ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ടോർക്കും ഡയമീറ്ററും ഒക്കെ തന്നിട്ട് മാക്സിമം ഷിയർ സ്ട്രെസ് എത്രയാണെന്നുള്ള ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 16T/πd³ എന്നുള്ള എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഷാഫ്റ്റിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ രീതിയിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് ഈ ചോദ്യം വരാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ ക്ലിയർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ RRB SSCക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് അതിനെ റിലേറ്റ് ഉള്ള കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത സെഷനിൽ മറ്റു കുറച്ച് ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു, ടേക്ക് കെയർ.